പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇതിനോടകം വളരെയധികം വ്യക്തികളെ ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടാനിടയായി. അനേകരുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ വളരെയധികം സ്പർശിക്കാനിടയായി. ഇന്ന് നമ്മൾ ആലപ്പുഴ തുമ്പോളി ഇടവകക്കാരനായ കൊച്ചിക്കാരൻ വീട്ടിൽ ജോൺകുട്ടി എന്ന ഒരു അധ്യാപകനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറിനെയുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. തങ്ങളുടെ ജീവിതത്തിലെ അനുദിനമുണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ എപ്രകാരമാണ് തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു രൂപപ്പെടുന്നതെന്ന് ഇവരുടെ അനുഭവത്തിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ നിന്നും വരുന്നവരാണ്. മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാം ഇതിനു മുമ്പ് കാണുമല്ലോ. കണ്ടിട്ടുണ്ട്. വളരെയധികം വ്യക്തികളെ ഇതുപോലെ വന്ന് അനേകർക്ക് സാക്ഷ്യമായി തീർന്നിട്ടുണ്ട്. സുവിശേഷ പ്രചാരണത്തിനായിട്ട് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോൺകുട്ടി സാറിനെ കണ്ടതിലും അതോടൊപ്പം ഒപ്പം നിന്ന് സഹായിക്കുന്ന ഭാര്യയെ കണ്ടതിനും ഓർത്ത് സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ ഞങ്ങളെ? കൊച്ചിക്കാരൻ വീടെന്നാണ് ഞങ്ങളുടെ വീട്ടുപേര്. ഞങ്ങൾ അച്ഛനും അമ്മയും ഉണ്ട്. ഞങ്ങൾ സഹോദരങ്ങൾ 3 പേരുണ്ട്. അതുകൂടാതെ ഞങ്ങൾ പെൺകുട്ടികളായിട്ട് ഞങ്ങൾക്ക് 4 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ 7 പേരാണ് മക്കൾ. ലേഡീസിനെ എല്ലാവരും ഞങ്ങൾ വിവാഹം കഴിച്ചുവിട്ട് അതിലൊരു സിസ്റ്ററുണ്ട് തിരുവനന്തപുരത്ത്. ഇപ്പോൾ അവിടെ കോൺവെൻറ്റിലെ മദർ സുപ്പീരിയറായിട്ട് നിൽക്കുകയാണ്. ആണുങ്ങളായിട്ടുള്ളവർ 3 പേരാണ്. 3 പേരിൽ ഒരു ചേട്ടൻ ഇപ്പോൾ ഒരു കട ഉടമസ്ഥനായിട്ട് അവിടെ തുമ്പോളി ജംഗ്ഷനിലുള്ള കടയിൽ ജോലി ചെയ്യുന്നു. അതിൻ്റെ ഇളയ ഒരു ചേട്ടനുണ്ടായിരുന്നത് സൗദി അറേബ്യയിലായിരുന്നു. അവിടെ വെച്ച് കിഡ്നി സംബന്ധമായ രോഗം വന്ന് ചേട്ടൻ മരിച്ചു. അതുകൂടാതെ ഇപ്പം ഇളയ മോനായിട്ട് ഞാനാണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ അംഗങ്ങൾ ഇത്രയും പേരാണ്. അതിനുശേഷം വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതമൊക്കെ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഞങ്ങളുടെ അപ്പനും അമ്മയും നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരുന്നു. അത് കണ്ട് സന്തോഷത്തോടെ ഞങ്ങളുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി ഒരുമിച്ച് കൂടുമായിരുന്നു. അതിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കും പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുനിൽക്കുക അസാധ്യമായിട്ട് തോന്നിയതുകൊണ്ടും അത് ശേഷം 10ാം ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ് ഡിപ്ലോമയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയും ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ഇഷ്ടമായി തോന്നിയതുകൊണ്ടും അപ്പോൾ തന്നെ ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിലുമൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഡിപ്ലോമ കഴിഞ്ഞ് എനിക്ക് സ്കൂളിൽ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ഞാൻ ആദ്യം ജോലി ചെയ്യുന്നത്, ആലപ്പുഴ. അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ ക്രിസ്ത്യൻ അല്ലാതെ തന്നെ അന്ന് ചിൽഡ്രൻസ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുഞ്ഞുങ്ങളെ അതിനുശേഷം എനിക്ക് ഹൈസ്കൂളിലേക്ക് എറണാകുളത്ത് ജോലി കിട്ടി. ഫോർട്ട് കൊച്ചിയിലുള്ള സെൻറ്റ് മേരീസ് ആംഗ്ലിക്കൻ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിവാഹിതനാകുന്നത്. എനിക്കന്ന് 21 വയസ്സിൽ എനിക്ക് ജോലി കിട്ടി. അതിനുശേഷം 28 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിവാഹിതനായി 28 വയസ്സിൽ. വളരെ സന്തോഷമായിരുന്നു. അവിടെ സ്കൂൾ ജീവിതവും വളരെ മനോഹരമായിരുന്നു. അങ്ങനെ വിജയ ആർക്കൈവ്സിൽ ജോലി ചെയ്യുമായിരുന്നു, റിസർച്ച് അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ ആ ജോലിക്ക് ഇടയ്ക്ക് എൻ്റെ ചേട്ടൻ്റെ മോളാണ് വിജയെ പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെയാണ് വീട്ടിൽ എൻ്റെ അച്ഛനും എല്ലാവരും കൂടെ പോയി കണ്ട്. വഴിശ്ശേരിയിൽ ആണ് ജോലി. ഇവർ തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ ഒന്ന് താമസിക്കുമായിരുന്നു. അങ്ങനെ ജോലി കിട്ടിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ BEdന് പഠിക്കാനായിട്ട് വിട്ടു. അപ്പോൾ MA ഹിസ്റ്ററിയാണ്. ആർക്കൈവ്സ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഈ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് BEdന് കൊച്ചി കോളേജിലേക്ക് വിട്ടു. അങ്ങനെ അവിടെ വെച്ചാണ് എല്ലാം കഴിഞ്ഞ ശേഷം ആ വർഷം തന്നെ +2 അങ്ങനെ ജോലി കിട്ടി. BEd ഒക്കെ കഴിയുന്ന സമയത്ത് BEdന് സമയത്ത് ഞങ്ങൾക്ക് 1.5 വയസ്സുള്ള റിജോയ്, മൂത്ത മോനുണ്ട്. റിജോയ് എന്നാണ് അവൻ്റെ പേര്. ഇളയ ആൾ റിനോയ് ജോൺ. അവർ 2 ആൺകുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. ആ ആൺകുട്ടികളിൽ അവർ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ജീവിതം ഒക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് വചനമൊക്കെ പഠിക്കാനും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും കുഞ്ഞു പ്രായം മുതൽ തന്നെ വചനപ്പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് എടുത്തു എല്ലാ ദിവസവും ഇങ്ങനെ വായിച്ച് അവരും ഒരു ആധ്യാത്മികയിലേക്കുള്ള കുട്ടികളായി തീർന്നു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം അങ്ങനെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് വചനം കൊടുത്താൽ കുഞ്ഞുങ്ങൾ ഭൗതികമായ അബദ്ധങ്ങളിൽ പെട്ടുപോകത്തില്ല എന്ന്
ഉറപ്പാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നമുക്ക് ഉപദേശം നൽകുന്നതും എല്ലാം നൽകുന്നത് വചനമാണ്, പാദത്തിന് വിളക്കായി തീരുന്നതും വചനമാണ്. അതാ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ കുറേ വചനങ്ങൾ അവർക്ക് അറിയാം. ഇപ്പം ഈ വചനപ്പറ്റി മുഴുവൻ അവർക്ക് കാണാതെ അറിയാം. അപ്പം അങ്ങനെ അറിയാൻ സാധിച്ചത് കൊണ്ട് പറ്റി അവർ ആധ്യാത്മികതയിൽ വളരാൻ തുടങ്ങി. പറയുന്ന കാര്യങ്ങൾ അപ്പനും അമ്മയെയും ബഹുമാനിക്കാനും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർ ഓട്ടോമാറ്റിക്കായി ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും മിടുക്കന്മാരായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർ ശരിക്കും ആ പ്രാർത്ഥനയും കൈവിരിച്ച് ഞങ്ങൾ യാത്രയുടെ യാമങ്ങളിൽ ഞങ്ങൾ കൈവിരിച്ച് പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടിയിട്ട്. ആ പ്രാർത്ഥന ഒത്തിരി അവർക്ക് പ്രയോജനം ചെയ്തു. പഠിക്കാത്ത വിഷയങ്ങളും പരീക്ഷയിൽ തോക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും വിജയത്തിലേക്ക് എത്തുക. ശരിക്കും ഞങ്ങൾ ഒരിക്കലും ട്യൂഷൻ വിട്ടിട്ടില്ല. ട്യൂഷൻ വിടാതെ വീട്ടിൽ തന്നെ പഠിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും പ്രാർത്ഥിച്ചു കൊടുക്കുകയും, എന്നെ ശക്തനാകുന്ന ഈശ്വരനിലൂടെ നിനക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റും, ഇത് 50, 100 പ്രാവശ്യം അവർ പറയും സ്കൂളിൽ പോകുന്ന വഴി. തിരിച്ചു വരുന്നത് വിജയശ്രീ ഇല്ല അടുത്തതായിട്ടാണ്. നല്ല വിജയം അവർക്ക് കിട്ടുമായിരുന്നു. അതാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവിതത്തിലുള്ള ഒരു ഗുണം. പിന്നെ ഞങ്ങൾ ദിവസവും വിവാഹം കഴിച്ച അന്ന് മുതൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തു, ദമ്പതികൾ ചുമ്മാതെ ഇങ്ങനെ ആയിത്തീരുകേണ്ടവരല്ല. അവർ ദിവസവും പരസ്പരം പ്രാർത്ഥിച്ച് ഒരു നല്ല മനസ്സോടുകൂടി അടുത്തടുത്ത് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദിവസവും കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും കൂടി ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിക്കും. ചെയ്തതിന് ശേഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം പരസ്പര സ്തുതിയൊക്കെ കൊടുത്ത് കുരിശൊക്കെ വരച്ച് കിടക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ജീവിതം ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ. സാമ്പത്തിക മേഖലകളും ഭൗതിക മേഖലകളും എന്തുകൊണ്ടെന്നാൽ ഒരിക്കലും ദുഃഖിച്ച് തളർന്നിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ആ വചനം വളരെ അന്വർത്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം സന്തോഷത്തോടെ ഇത്രയും നാൾ വരെ ഇപ്പം 59 വയസ്സുണ്ട്, ആ സമയം വരെ ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകാനാണ്. ദുഃഖിച്ച് വിഷമിച്ച്, എന്നാൽ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ജോലി സംബന്ധമായ ചെറിയ പ്രശ്നം വന്നപ്പോഴേക്കും അന്ന് ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടായ സമയത്ത് രാത്രിയൊക്കെ ബൈബിളൊക്കെ നെഞ്ചത്ത് വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു സംഭവം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ജീവിതത്തിലൂടെ കടന്ന ഒരു ആത്മീയ മേഖലകളിൽ ഇപ്പോൾ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് റിജോയ്. എൻ്റെ അപ്പൻ്റെ ലൈഫ് എങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും ചെറുപ്പം മുതലേ റോൾ മോഡൽസ് ഉണ്ടാവും. അപ്പം ഞാനും അബ്ദുൽ കലാം അത് ഇതെന്നൊക്കെ കുഞ്ഞിലോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പയ്യെ ഗ്രാജുവലി ഞാൻ ലൈഫ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ അപ്പൻ്റെ പാത പിന്തുടരുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ മതബോധനത്തിൽ പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ 7 വർഷമായിട്ട് മതബോധനത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. പിന്നെ ചെറുപ്പം മുതലേ എന്തൊരു പ്രതിസന്ധി വന്നാലും, എക്സാം ആയിക്കോട്ടെ, ഒരു മത്സരമായിക്കോട്ടെ, പാട്ട് മത്സരം, ഡ്രോയിങ് മത്സരം, എന്താണെങ്കിലും എന്നോട് പറഞ്ഞു തന്നിരുന്നൊരു വചനമുണ്ട്. ഫിലിപ്പിയർ 4:13 പറഞ്ഞൊരു വചനമാണത്. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. പരീക്ഷയ്ക്ക് പോകുമ്പോഴാണെങ്കിൽ അപ്പം പറയുമായിരുന്നു, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കും, എന്നെ ശക്തനാക്കുന്നതിലൂടെ നന്നായിട്ട് പാടാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എന്താണോ ആവശ്യം നമ്മൾ അത് വെച്ചിട്ട് ആ വചനം പറയണമെന്ന്. അപ്പോൾ അങ്ങനെ ഓരോരോ സിറ്റുവേഷൻസിലും അപ്പൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെസ്സ് വരുന്ന സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, സൊല്യൂഷൻ ഉണ്ടോയെന്നും അറിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പം പറയുമായിരുന്നു, യേശുവേ സ്നേഹമേ എന്നിൽ വന്ന് നിറയണമേ, യേശുവേ സ്നേഹമേ എന്നിൽ വന്ന് നിറയണമേ, അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു തരം ധ്യാനമാണ്. അതൊരു തരത്തിൽ നമുക്കൊരു പീസ് നമ്മുടെ മനസ്സിൽ തരുന്നൊരു ഫീൽ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും നമുക്കൊരു നല്ലൊരു എക്സാമ്പിളായിട്ട് അപ്പം നമ്മുടെ മുന്നിൽ ഇപ്പം മദ്യപിക്കാതെയും പുകവലിക്കാതെയൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ, നമ്മൾക്ക് നമ്മുടെ മക്കൾ എന്തായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ അതായിത്തീരുക എന്നുള്ളതാണ് ആദ്യം. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാമിലി വളരെ മികച്ചതാവും, നമ്മുടെ കുടുംബജീവിതം ശോഭനമായി തീരും. അത്രേ ഉള്ളൂ പറയാനായിട്ട്. താങ്ക് യു. അതോടൊപ്പം തന്നെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാമോ? ഞാൻ ജീസസ് യൂത്ത് ആയിരുന്ന കാലഘട്ടങ്ങളിൽ ആലപ്പുഴ സോണിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഞങ്ങൾ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. അവിടെ മ്യൂസിക് മിനിസ്റ്ററുടെ ചാർജ് ഞാനായിരുന്നു. അങ്ങനെ ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്രിസ്ത്യൻ്റെ ചാർജും ഒക്കെ ഏറ്റെടുത്ത് ശരിക്കും ഓൾ കേരള ബേസിലുള്ള ക്രിസ്ത്യൻ ടീമിൻ്റെ കൂടെയും അതുകൂടാതെ തന്നെ കോട്ടയത്തുള്ള മറ്റേ സന്തോഷിൻ്റെ ടീമിൻ്റെ കൂടെയൊക്കെ കുറേ നാളുകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ ജോസഫ് കിഴക്കിട എന്ന് പറഞ്ഞ അച്ഛൻ ധ്യാനിപ്പിക്കാൻ ഈ പ്രദേശത്ത് കേരളം മുഴുവൻ ധ്യാനിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് അച്ഛൻ്റെ കൂടെ ഞാൻ കുറേ വർഷങ്ങളുണ്ടായിരുന്നു പാട്ട് പഠിപ്പിക്കാനായിട്ട്.
അച്ഛൻ്റെ കൂടെ അങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ആത്മീയ ലെവലും എനിക്ക് പിന്നെ IMSലുള്ള വിനയാനന്ദ എന്ന് പറയുന്ന അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ കൂടെ ഞാൻ കുറേ നാളുകൾ പാട്ട് പഠിപ്പിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നു. അത് സ്കൂളിൽ പോകുമ്പോഴും തന്നെ. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ആ സ്കൂൾ ജീവിതത്തിൽ ജോലി ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും ഞാൻ ധ്യാനിപ്പിക്കാനോ അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കാനോ ഒന്നും പോയിട്ടില്ല. ആ ഒരു ആത്മാർത്ഥമായിട്ട് ജോലിയോടൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് ദൈവം ദാനമായിട്ട്, അധ്യാപനം ഒരു വരമാണ്, അത് ദൈവത്തിൻ്റെ ഒരു ദാനം, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ദാനമാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ജോലി വിട്ടിട്ട് ഒരിക്കലും വിളിച്ച് ഇഷ്ടംപോലെ പ്രോഗ്രാമൊക്കെ ചെയ്യാനായിട്ട് പോകാൻ വിളിക്കും, ഞാൻ പോകത്തില്ല. കാരണം എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജോലിയാണെന്നുള്ളത് എനിക്ക്. അങ്ങനെ സ്കൂളിൽ നന്നായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ക്രിസ്ത്യൻ്റെ പരിപാടികളും എത്രയോ ധ്യാനങ്ങളാണ്. കേരളത്തിൽ ഞാൻ അവിടെ വരാത്ത ടീമുകളില്ല. കാരണം അവരെയൊക്കെ കൊണ്ടുവന്ന് ആ സ്കൂളിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. സിസ്റ്റേഴ്സിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ എല്ലാത്തിനും വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ചാർജ് ഫുള്ള് എന്നെ ഏൽപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മഞ്ഞിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഈ നവീകരണത്തിലൊക്കെ വരുന്ന ആൾക്കാർ പലരും സഭയുടെ നവീകരണമാണിതെന്നൊക്കെ പറയുമെങ്കിൽ പോലും പലരും ഇടവകയോടും സഭാസമൂഹത്തോടും ഒക്കെയുള്ള ബന്ധങ്ങളില്ലാതെ ഓടുന്നൊരവസ്ഥ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുണ്ടായിരുന്നു അന്നത്തെ. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു, അല്ലാതെ ഒരു രീതി പ്രവർത്തിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് വിവരിക്കാമോ എങ്ങനെയൊക്കെയാണെന്ന്? തീർച്ചയായിട്ടും വിവരിക്കാം. ഞാൻ SSLC കഴിഞ്ഞ ആ കാലയളവ് മുതൽ തന്നെ ഞാൻ മതബോധന അധ്യാപകനായിട്ട്, ഇപ്പോഴേ എനിക്ക് തന്നെ ഒരു 45 വർഷമായിട്ടാണ് ഞാൻ മതബോധന അധ്യാപകനായിട്ട്. അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോരുക. അത് വിട്ട് പോരാൻ പറ്റില്ല. കാരണം ഈ മതബോധനത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും. അതൊരു സുവിശേഷ പ്രഘോഷണമാണ്. അപ്രകാരം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഇടവകയിൽ ഇപ്പോൾ പല കാര്യങ്ങളിലും ഉത്തരവാദിത്വം വൈദികർ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ BCSയുടെ പ്രസിഡൻ്റായിട്ട് ചെയ്യുന്നു, പ്രൊമോട്ടറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ദമ്പതികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു. പിന്നെ BCCയിലുള്ള കാരണം യൂണിറ്റുകളിലുള്ള സമിതികളുടെ ചാർജ്, അങ്ങനെ വരുമ്പോഴേക്കും ആ ഇടവകയുമായിട്ട് നമുക്ക് ഒട്ടിച്ചേർന്ന് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇത് മുമ്പോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപോരാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു കമ്മിറ്റ്മെൻറ്റായിട്ട് സ്വീകരിച്ച് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് ഞാൻ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇരട്ടിയായിട്ട് ഇപ്പോഴും എനിക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതൊരു വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിന് സന്തോഷമാണ് അപ്രകാരം പ്രവർത്തിക്കാനായിട്ട്. പലപ്പോഴും വേറൊരു വ്യത്യാസം എന്താണെന്നറിയാമോ? പലപ്പോഴും നവീകരണത്തിൽ വന്ന ഭർത്താവ് കരിസ്മാറ്റിക്കായ ഭാര്യ എതിരായിരിക്കും, അല്ലെ ഭാര്യയും ഭർത്താവും വന്നു കഴിഞ്ഞാൽ മക്കൾ വേറെ വഴിക്ക് പോകും. പക്ഷെ നിങ്ങളുടെ ഈ കുടുംബത്തെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ആ കാരണങ്ങൾ എങ്ങനെയൊക്കെ അത് സാധിക്കുന്നു എന്ന് പറയാമോ? ബിജി വിവാഹം കഴിക്കുന്നതിന് ആ സമയത്ത് തന്നെ, അതിന് മുൻപ് തന്നെ ഞാൻ GC ആയിരിക്കുന്ന സമയത്ത് ബിജി ധ്യാനം കൂടാനൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും അവൾ കൺവെൻഷനുകളും പരിപാടിക്കൊക്കെ GC പരിപാടിക്കൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് ഇവിടുന്ന് കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ടച്ച് ഉണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിച്ച് വരുമ്പോഴേക്കും ഞാൻ ആത്മീയ കാര്യത്തിനോ ക്ലാസ് എടുക്കാൻ പോകുന്നതിനോ ഒന്നിനും ഒരിക്കലും തടസ്സം നിൽക്കാറില്ല. കാരണം ആ പോകുന്ന ഇപ്പോൾ ക്ലാസ് എടുക്കാൻ ഞാൻ പോകുമ്പോൾ ഒരു 5 വിഷയങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ ആ 5 വിഷയങ്ങളും ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്യും. ബാക്കി മുഴുവൻ വിജയ പ്രിപ്പയർ ചെയ്ത് തരും. ഇന്നത് സ്റ്റാർട്ടിങ് ഇത് പറയണം, എങ്ങനെയാണ് പറയേണ്ടത്, ആ കാര്യങ്ങളെ പറ്റിയുള്ള നല്ലോണം സ്റ്റഡി നടത്തി ഞങ്ങൾ കുറിപ്പ് തയ്യാറാക്കുന്നത് ബിജിയുമായിട്ട് ചേർന്നിട്ടാണ്. അത് നന്നായിട്ട്, അതുകൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാനൊക്കെ ഒരു പ്രയാസവും തോന്നിയിട്ടില്ല. കാരണം ആ പറഞ്ഞു തന്നു കഴിയുമ്പോഴേ എനിക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. അത് നല്ല കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ റിജോയും റിനോയും അവരും പ്രിപ്പറേഷനിൽ സഹായിക്കാറുണ്ട്. അപ്പം അങ്ങനെ
സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളെ ക്ലാസ് എടുക്കാനും ഈ കുടുംബമായിട്ട് ഞങ്ങൾ പോകുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ധ്യാനം കൂടാനായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഒരു ധ്യാനം കൂടാൻ പോകുമായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പോകും. അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ചിറ്റൂർ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് ഒന്നും പോയിട്ടില്ല, ഒരെണ്ണം മാത്രം ഒരു വർഷത്തിൽ ഒരെണ്ണത്തിന് ഞങ്ങൾ പോകാറുണ്ട് എല്ലാവരും മിസ്സാണ്. അത് വളരെ സന്തോഷത്തോടെ ആ ധ്യാനമൊക്കെ കൂടിയതിന് ശേഷം ഞങ്ങൾക്ക് ആ ഡെവലപ്പ് ചെയ്യാനൊക്കെ കുടുംബം ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുടുംബജീവിതം അതുകൊണ്ട് ഭദ്രമായിരുന്നു. ഇച്ചിരി അല്പമൊക്കെ പിണക്കങ്ങൾക്ക് വളരെ കുറവാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പിണങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അല്ലാത്ത കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നു. ബിജിയുടെ ജീവിതവും വിനയവും എളിമയും ഒക്കെ ഉണ്ട്. ഞാൻ റിനോയ്, ജോൺകുട്ടി സാറിൻ്റെ രണ്ടാമത്തെ പുത്രനാണ്. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലെ പെർത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചി എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഒരു വർഷത്തോളം കാലമായി. ഈ ഒരു വർഷം ഓരോ ദിവസവും ഓരോ വചനം വെച്ച് അച്ചാച്ചി എനിക്ക് അയച്ചു തരും. ഈ ഒറ്റ വചനം മതി എനിക്ക് അന്നത്തെ ദിവസത്തേക്കുള്ള ഊർജ്ജം പകർന്നു തരാൻ. കാരണം ഒറ്റപ്പെട്ട നിമിഷങ്ങളിലും ഈ ഒറ്റ വചനം മൂലം തന്നെ എനിക്ക് വളരെയേറെ സഹായം ചെലുത്തിയിട്ടുണ്ട്. കാരണം ഒരാൾ കൂടെയുണ്ട് എന്നുള്ള ഒരു കാര്യം അച്ചാച്ചി ഉറപ്പുവരുത്തുകയാണ് ഈ ഒറ്റ വചനം മൂലം. അതുമാത്രമല്ല, സമൂഹത്തിന് ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് ഉപരി അച്ചാച്ചി കുടുംബത്തിലും ആത്മീയ കാര്യങ്ങളിൽ വളരെയേറെ മുൻപന്തിയിലായിരുന്നു. കാരണം ഞങ്ങളിൽ ഓരോരുത്തർക്കും ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഭൗതികമായും ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും അച്ചാച്ചി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം എനിക്ക് ഇവിടെ വന്നപ്പോഴും എനിക്ക് വളരെയേറെ സഹായം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, കുട്ടിക്കാലം മുതലേ അച്ചാച്ചിയെ ഒരു റോൾ മോഡലായി കണ്ടാണ് ഞാൻ വളർന്നു വന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അച്ചാച്ചി പറഞ്ഞു തന്ന വചനവും അച്ചാച്ചി പറഞ്ഞു തന്ന വാക്കുകളും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. ദമ്പതി കൂട്ടായ്മയുണ്ടല്ലോ, ദമ്പതി കൂട്ടായ്മ എന്ന് പറയുന്നത് ബെഡ്ഷലോൺ കൂട്ടായ്മ, അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അതെങ്ങനെ നിങ്ങളെ സ്വാധീനിക്കുന്നു പറയാമോ? അത് എനിക്കൊരു 11 വർഷമായിട്ട് ഞാൻ ദമ്പതികളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്. അത് അപ്പനും മക്കളും എല്ലാവരും കൂടെ പോകണം. ഞങ്ങൾ 4 പേരും കൂടെ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ 15 ഫാമിലിയാണ്. ഞങ്ങൾ കൂടുമ്പോഴേക്കും ഞങ്ങൾ ഓരോരുത്തരുടെ ഭവനങ്ങളിൽ മാറി മാറിയാണ് കൂടുന്നത്. എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു 70 പേരെങ്കിലും കാണും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അത് ഭയങ്കര ആഹ്ലാദത്തിൻ്റെ ദിവസങ്ങളാണ്, എല്ലാ സെക്കൻഡ് സാറ്റർഡേയോ. അപ്പോൾ അവിടെ കൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങി പലപ്പോഴും ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നത് ഇത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. കൂട്ടത്തിൽ റിജോയാണ് ഏറ്റവും മുതിർന്ന കുട്ടി. അവൻ നല്ല മോഡലായിട്ട് നിന്ന് കൊടുക്കുന്നത് കൊണ്ട് മറ്റു കുട്ടികൾക്കും വന്ന ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ തോന്നാറുണ്ട് അവരുടെ ആ ജീവിതം. അപ്പം അപ്രകാരം മുമ്പോട്ട് പോകാനായിട്ട് ഈ ദമ്പതി ഇതിലൂടെ സാധിക്കുന്നുണ്ട്, ആ കൂട്ടായ്മയിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ സെല്ലുകളായിട്ട് ആ 15 പേരുടെ ഫാമിലിയുടെ കൂടാതെ ഒരു ചെറിയ സെല്ലുകളായിട്ട് 5 പേരടങ്ങുന്ന ഒരു സെല്ല് ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് നല്ല രസകരമായിട്ട് ഷെയറിങ്ങും ഒക്കെ ആയിട്ട് ദമ്പതികളുടെ ജീവിതത്തിൽ പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും ബിജിക്കും കുറച്ച് സന്തോഷമാണ്. കാരണം ഞങ്ങൾ ഷെയറിങ്ങും അവിടെ നടക്കുന്നുള്ളത് കൊണ്ട് ആ സന്തോഷത്തോടെ പോകുന്നുണ്ട്. ഈ CFC ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിങ്ങൾക്ക്? കപ്പിൾസ് ഫോർ ക്രൈസ്റ്റിൽ ഞങ്ങളിപ്പോൾ ചേർന്നിട്ട് ഒരു 4-5 മാസമായിട്ട് ആയിട്ടുള്ളൂ. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു 2-3 തവണ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം അതിൻ്റെ രീതികളൊക്കെ വളരെ മനോഹരമാണ്. നമുക്ക് വരുന്ന ഒരു കുടുംബം ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. 5 കുടുംബങ്ങളെ ഉള്ളെങ്കിലും ഭയങ്കര സ്നേഹമാണ്, പരസ്പരം സഹായിക്കുന്നതിനും. എനിക്കും ഭയങ്കരമായിട്ടുള്ള എല്ലാ കഷ്ടതകളുടെ കാലഘട്ടങ്ങളിൽ പോലും ഈ കപ്പിൾസ് ഫോർ ക്രൈസ്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോഴേക്കും സഹായിക്കുന്നവരോട് വലിയൊരു കഴിഞ്ഞ ഒരു 2 മാസം 3 മാസം മുമ്പ് എനിക്ക് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള വലിയൊരു കാര്യത്തിലേക്ക് എനിക്ക് നീങ്ങണമായിരുന്നു. ഞാൻ ഈ കാര്യം കപ്പിൾസ് ഫോർ ക്രൈസ്റ്റിലുള്ള ഒരാളോട് പറഞ്ഞു, ഇന്ന പോലെയാണ് പ്രശ്നം, അത് വേണ്ടത് ലക്ഷങ്ങളാണ് വേണ്ടത്, അത് സഹായിക്കാൻ ബാങ്ക് സഹായിക്കാൻ സമയമില്ല. അതിനകത്തുനിന്നുള്ള ഒരാളെനിക്ക് അപ്പം തന്നെ ആവശ്യമുള്ള പൈസ എടുത്ത് എനിക്ക് തന്നു, ഒരു ഇത് കൂടാതെ എടുത്തു തന്നു. അങ്ങനെ എനിക്ക് പരസ്പരം സഹായിക്കുന്നത് വ്യക്തമായിട്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വത്തിക്കാൻ കൗൺസിലിന് ശേഷം വന്ന കർത്താവിൻ്റെ സ്നേഹിക്കുന്ന പങ്കുവയ്ക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ രണ്ടുപേരും. ഏറെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. നിങ്ങളുടെ ഈ കൂട്ടായ്മ ഇത് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചതിന് ശേഷം റിജു എന്നോട് പറയുകയുണ്ടായി, ഞങ്ങളുടെ വീട്ടിൽ ലോകരക്ഷകനായ ഈശോയെ എന്ന് പറയുന്നൊരു പ്രാർത്ഥന, അത് 13 ദിവസം 33 തവണ ചൊല്ലാറുണ്ട്. അപ്പോൾ
ഞങ്ങളുടെ കല്യാണം നന്നായി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലി തുടങ്ങുന്നുണ്ട്. അപ്പം ഞാനാണ് അങ്ങോട്ടേക്ക് എന്നാൽ ഞാനും ചൊല്ലാം എന്ന് ഞാൻ പറഞ്ഞ് അവരവിടെ ചൊല്ലുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിത് ചൊല്ലുകയുണ്ടായി. അങ്ങനെ കല്യാണം വളരെ മനോഹരമായിട്ട് തന്നെ നടന്നു. പിന്നെ അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷമാണെങ്കിലും എന്തൊരു പ്രതിസന്ധി വന്നാലും എല്ലാവരും കൂടിയിട്ട് ഈ പ്രാർത്ഥന ഇതുപോലെ 13 ദിവസം 33 തവണ ഇങ്ങനെ ചൊല്ലാറുണ്ട്. അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞായറാഴ്ചകളിൽ ഞങ്ങൾ പള്ളികളിൽ പോകും. പക്ഷേ എങ്കിലും ഈ കൂട്ടായ്മകളിലേക്കൊന്നും ഞാൻ അങ്ങനെ അധികം പോയിട്ടില്ല. പ്രാർത്ഥന കൂട്ടായ്മകളൊന്നും എനിക്ക് പരിചിതമല്ല. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ പ്രാർത്ഥന കൂട്ടായ്മകളിൽ പോകാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങിയത്. പക്ഷെ അത് പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറഞ്ഞ് ചുരുങ്ങി പോകാറില്ല. വിശാലമായ ഒരുപാട് കാര്യങ്ങളിൽ അതിൽ ചർച്ചയാക്കി വരാറുണ്ട്. കാര്യം പല ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ അതിലുണ്ടല്ലോ, പല ഡിപ്പാർട്ട്മെൻറ്റ്സിന്. അപ്പോൾ അത് പ്രാർത്ഥന കൂട്ടായ്മ എന്നതിൽ നിന്ന് അത് ഒതുങ്ങി നിൽക്കാതെ വിശാലമായ ലോകത്തെ ഒരു പരിചയപ്പെടുത്തൽ പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അതിനുശേഷം എന്ന് പറയുന്നത്, പിന്നെ അച്ചാച്ചി ഒരു കോൺഫിഡൻറ്റ് ഒരു മന്ത്ര എന്ന് പറയുന്ന പോലെ എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇത് അച്ചാച്ചി എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴാണെങ്കിലും പഠിപ്പിക്കാനായിട്ട് ആദ്യം കുട്ടികളുടെ മുന്നിൽ പോയി നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്ക് നന്നായി പഠിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനും പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊരു കോൺഫിഡൻറ്റ് മന്ത്രയാണ് അച്ചാച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വചനം. പിന്നെയെന്ന് പറയുന്നത് എത്രയും ദയുള്ള മാതാവ്, അത് വേറൊരു പ്രാർത്ഥന. അതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡെലിവറി കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാനത് പ്രയോഗിച്ചിട്ടുള്ളത്. ഡെലിവറിക്ക് കയറുന്നതിന് മുന്നേ ആണെങ്കിലും പിന്നെ സ്കാനിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും ഇതൊരു 10 വട്ടം ചൊല്ലിയിട്ടാണ് ഞാൻ കയറാറുള്ളത്. പ്രത്യേകിച്ച് ഡെലിവറി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ഒരു 10 തവണ ഇതിങ്ങനെ ചൊല്ലിയിട്ടാണ് ഞാൻ ഓപ്പറേഷന് തയ്യാറെടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പീരീഡിലാണെങ്കിലും, ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡ് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള പീരീഡിലാണെങ്കിലും ഈ ഒരു പ്രാർത്ഥന എനിക്ക് വളരെ സഹായകമായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭാവിയുണ്ടായി. ഇനി നല്ലൊരു കുടുംബജീവിതം പോലെ സന്തോഷകരമായ ആത്മീയതയുള്ളൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് എനിക്ക് അച്ചാച്ചിയെക്കുറിച്ച് പറയാനുള്ളത്, ഞങ്ങളുടെ വീട്ടിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു. ഇപ്പോൾ ദമ്പതികളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. പക്ഷേ ഈ പല വീടുകളിലും ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരുന്നൊരവസ്ഥ. ജോൺകുട്ടി സാറിൻ്റെ പിള്ളേരെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് അവർ നല്ല ഭക്തിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന്. അവരെക്കുറിച്ച് അമ്മയ്ക്ക് എന്ത് പറയാനുണ്ട്? മക്കളെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറയാൻ എനിക്കുള്ളത്. ചെറുപ്പം മുതൽക്ക് തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ കൊടുത്ത് വളർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവർ അക്ഷരം പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് അവരാണ് കുടുംബ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. അവസാനം ബൈബിൾ വായിക്കുന്നതും അക്ഷരം പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഉപാധിയായി അവരെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ദൈവവചനം പഠിക്കുകയും അതോടൊപ്പം തന്നെ ബൈബിള് വായിക്കുകയും അക്ഷരം പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അതുവഴിയായിരുന്നു. കൂട്ടത്തിൽ പ്രാർത്ഥന, കുർബാന അതൊന്നും മുടക്കം വരാതെ അവർ ചെയ്തു. പിന്നെ ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ അവരുടെ ഭൗതിക ജീവിതത്തിലും നേട്ടങ്ങൾ അവർക്ക് കൈവരിക്കാൻ സാധിച്ചു. ഇന്ന് വരെ കൈവരിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ദൈവം തന്നിട്ടുള്ള ദാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും പരീക്ഷ എടുക്കുന്നതിന് മുമ്പും ഞങ്ങൾ ലോകരക്ഷകനായ പിതാവേ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല, ആ പ്രാർത്ഥന ഞങ്ങൾ കൈവിരിച്ചു പിടിച്ച് അവരുടെ പേര് പറഞ്ഞ് ഞങ്ങൾ ചെല്ലും. അപ്പോൾ അവർക്കത് അവരെ വിശ്വാസത്തിലേക്ക് വളർത്താൻ സഹായിച്ചു. ആ പ്രാർത്ഥന മൂലം അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അവരും വിശ്വസിക്കുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ചേർന്നാണ് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ റിജോയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അയനയും ഈ കൂട്ടത്തിൽ തന്നെ കൂടി അവളും ആ വിശ്വാസത്തിൽ വന്നു. ഞങ്ങൾ എന്ത് കാര്യം തുടങ്ങും മുമ്പും ആ പ്രാർത്ഥന ചൊല്ലും. ഞങ്ങളൊരു ഉദാഹരണത്തിന് ഞങ്ങൾ വീട് വെക്കുന്ന മുമ്പും ഈ പ്രാർത്ഥന 13 ദിവസം കൈവിരിച്ചു പിടിച്ച് ചൊല്ലിയിട്ടാണ് വീട് വെക്കാൻ തുടങ്ങിയത്. കാറ് വാങ്ങാൻ തുടങ്ങിയതിന് മുമ്പും അതിനു മുമ്പും ഈ പ്രാർത്ഥന ചൊല്ലും. അതുപോലെ എക്സാം തുടങ്ങുന്നതിന് 13 ദിവസം മുമ്പ് പ്രാർത്ഥന 4 പേരും കൂടെ ഒരുമിച്ച് ചെല്ലാൻ സൗകര്യപ്പെടുമ്പോൾ ഞങ്ങളത് തുടങ്ങും. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം വചനമെടുത്ത് എല്ലാവരും കൂടെ വചനം ഷെയർ ചെയ്ത് അത് ചിലപ്പോൾ എല്ലാവരും കാണാതെ അവരവർക്ക് കിട്ടിയ വചനം പറയിപ്പിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ അവരെ വളർത്താൻ സാധിച്ചിട്ടുണ്ട്. അവർ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അവർ ജീസസ് യൂത്തിൽ റിജോയ് ഉണ്ട്. എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ സമിതിയിൽ അവൻ ഒരു അംഗമാണ്. ഇളയവൻ ഇപ്പം ഓസ്ട്രേലിയയിലാണ്. അവിടെയും അതിൻ്റെ അച്ഛൻ അതിനോടനുബന്ധിച്ചുള്ള ചില വിങ്ങിലൊക്കെ അവനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
അപ്പം വരച്ച ഒരു ചിത്രം കാണിച്ചു തരാമോ? തീർച്ചയായിട്ടും ഞാൻ ഈ മോഡേൺ യുഗമൊക്കെ ആയതുകൊണ്ട് മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ചിത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വരയ്ക്കുകയായിരുന്നു. ഇങ്ങനെ ഈ ചിത്രം യേശുവിനെയും ഉൾപ്പെട്ട് നമ്മുടെ സഭയെയും കൂടെ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ്, ഒരു മോഡേൺ ചിത്രമാണ്. ഇതൊന്ന് വിശദീകരിക്കാമോ? ഇത് ക്രിസ്തുവിൻ്റെ മുഖമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ കാണാം ഒരു ക്രിസ്തുവിൻ്റെ ഒരു മുഖം കാണാം. ആ മുഖത്ത് ഇത് സഭ കടന്നു പോകുന്നത് മാതാവിനോട് കൂടിയാണ് നമുക്ക് മധ്യസ്ഥ വഹിക്കാനായിട്ട് ഒരു വ്യക്തിയായിട്ട് നമുക്ക് കൂട്ടാവുന്നത്. അതുകൂടെ ദൈവജനം മുഴുവൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഇതും കാണുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കാണാം, അത് ശ്രദ്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഇത് കാണാൻ പറ്റും. ഇത് ദേവാലയത്തെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ചിത്രങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും സ്കൂളിൽ പെട്ടെന്ന് വരയ്ക്കാവുന്ന ചിത്രങ്ങളാണിത്. വളരെ വേഗം വരയ്ക്കാം. ഈ ഒരുപാട് മോഡേൺ സ്റ്റൈലായി കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാകാതെ പോകും. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ പേന സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് അത് അവസാനം ഒരു മോഡേൺ ചിത്രമാക്കി മാറ്റുന്ന ഒരു ശൈലിയിൽ തന്നെ വരച്ച ചിത്രമാണ്. അപ്പോൾ ഇത്രയും സമയം നിങ്ങളോട് ആയിരിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ഷെയറിങ് അനേകർക്ക് ആത്മീയ ഉണർവിനും കുടുംബത്തിൽ പ്രത്യേകിച്ച് സുവിശേഷം പ്രഘോഷിക്കപ്പെടാനായിട്ട്, സുവിശേഷത്തിൽ ഒന്നിച്ചു വളരാനായിട്ട് പ്രചോദനമാകും. നിങ്ങളോട് സഹകരിച്ചതിന് ഏറെ നന്ദിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ 2 അധ്യാപകരുടെ ജീവിതത്തിൽ എങ്ങനെ നല്ല മാതാപിതാക്കളായി, നല്ല ഗുരുക്കന്മാരായി, എങ്ങനെ കുടുംബസമേതം വിശ്വാസത്തിൽ വളരാമെന്ന അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ അനുഭവത്തിലൂടെ നമുക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയിലും ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചായിരിക്കുന്നതിൻ്റെ ആവശ്യകത നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു വ്യക്തിയുമായി അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ കണ്ടെത്തുന്നവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതി.